ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കേക്ക് തയ്യാറാക്കാം. ഒരു ബർത്ത്ഡേ കേക്ക്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2.5 കപ്പ് കേക്ക് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്, റെഡിമെയ്ഡ്. പിന്നെ വേണ്ടത് 5 മുട്ട, പിന്നെ വേണ്ടത് വാനില എസൻസ്, പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഓയിൽ. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേക്കാണ്. നമ്മൾ സാധാരണ വിറകടുപ്പിൽ വെച്ചാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എങ്കിൽ നിങ്ങളുടെ മിക്സി നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം അല്പം പോലും വെള്ളമില്ലാതെ മുട്ട അതിൽ അടിച്ചെടുക്കുക ഒരു 2 മിനിറ്റ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. കാരണം എൻ്റെ കേക്ക് ഫ്ലോറിൽ ഓൾറെഡി പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലാണ് കേക്ക് ഫ്ലോർ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഒരു 1.5 കപ്പ് കേക്ക് ഫ്ലോറിന് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുറേശ്ശെ ആയിട്ട് ചേർത്ത് മുട്ടയിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഫ്ലോർ കുറേശ്ശെ ആയിട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങളും ഇതുപോലെ കേക്ക് ഫ്ലോർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പഞ്ചസാര ആദ്യം മുട്ടയിൽ അടിച്ച് എടുക്കുക, പിന്നെ ശേഷം കേക്ക് ഫ്ലോർ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ബട്ടർ പേപ്പറും ഓയിലും പുരട്ടിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഞാൻ ടിപ്പ് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് ഓയിൽ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദയിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വിറകടുപ്പിലാണ് ഇന്ന് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഒരു പാനിലേക്ക് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ ഈ ബേക്ക് ചെയ്യാൻ പോകുന്ന ടിന്ന് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ തീക്കനൽ ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങളും ഇതുപോലെ 25 മിനിറ്റ് ആകുമ്പോൾ തീക്കനൽ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്ക് ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ സൈഡൊക്കെ വിട്ട് കൊടുക്കുക. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തീക്കനൽ ഒരുപാട് തീയിട്ട് വേവിക്കരുത്. മാക്സിമം ഒരു ചെറിയ തീ ഇടുക തന്നെ ചെയ്യണം കേട്ടോ. തീയിട്ട് 30 മിനിറ്റോളം തീയിട്ട് തന്നെ വേവിച്ചെടുക്കുക. തീ കൂടാൻ പാടില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വിറകടുപ്പിലും ഇനി മുതൽ കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കേക്ക് എപ്പോഴും ഐസിങ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം ഐസിങ് ചെയ്യാൻ. ബേക്കറി കടകളിലും ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഗ്യാസിന് പോകുമെന്ന് പറഞ്ഞ് പേടി വേണ്ട. നമുക്ക് സാധാ അടുപ്പിലും ഇനി മുതൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുക്കണം. ഇത് പഞ്ചസാര കുറച്ച് തണുത്ത വെള്ളത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അപ്പോൾ ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒരു ബൗൾ ഇറക്കി വെക്കാം. ഇത് നമ്മുടെ ക്രീം ഒന്ന് വിപ്പ് ചെയ്യാനാണ്. ഇതുപോലെ നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം, ശേഷം വിപ്പ് ചെയ്യാം. ഇത് ഞാനൊന്ന് മിക്സിയിലൊന്ന് പരീക്ഷിച്ചായിരുന്നു. ഒരുപാടങ്ങ് ഇതുപോലെ നന്നായിട്ട് വിപ്പായി വരത്തില്ലെങ്കിലും ഏകദേശം കുറച്ച് വിപ്പായി വരും. ഞാൻ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ട് തുറന്ന് നോക്കിയാൽ മതി. പഞ്ചസാരയും ചേർത്തടിക്കുക. തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇത്രയും വരില്ല, പക്ഷേ കുറച്ച് വിപ്പായിട്ട് വരും. പിന്നെ ഒരുപാടിട്ടടിക്കരുത്, ലൂസായി പോകും. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നടുക്ക് വെച്ചൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പും ഒഴിച്ചു കൊടുക്കണം, അതുപോലെ ഐസിങ്ങും വെച്ച് കൊടുക്കണം. ഇതിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്.
ഇനി നമുക്ക് അടുത്ത കേക്കിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഇതാദ്യമൊക്കെ ഇങ്ങനെ ഐസിങ് ചെയ്യാൻ വളരെ പാടായിരിക്കും. പതിയെ പതിയെ ശരിയാകും. ഇത് നന്നായിട്ട് നിരപ്പായിട്ട് വരാനായിട്ട് നിങ്ങൾ ഇതൊന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. ഇത് നന്നായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി പഠിക്കുക. ഞാനും ശരിക്കും ഇതൊക്കെ നോക്കി പഠിച്ച് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഒന്ന് നനച്ചതിന് ശേഷം ദേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പായിട്ട് കിട്ടും. എന്നും പറഞ്ഞ് എപ്പോഴും അങ്ങ് നനയ്ക്കരുത്. നനച്ചിട്ട് ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കളയണം. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ബർത്ത്ഡേ കേക്ക് തന്നെയാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാനിത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കുക എന്നതാണ്. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് ടിൻ ഇറക്കി വെച്ച് വേണം മെൽറ്റ് ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇത് ഇളക്കി കൊടുക്കരുത്. ഇത് നന്നായിട്ട് ഈ വെള്ളം തിളയ്ക്കുന്നുണ്ട്. തിളച്ച് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വിയർപ്പ് പോലെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കംപ്ലീറ്റ് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു കവറിൽ, ഇത് ഞാൻ മേടിച്ചതൊന്നുമല്ല, ഇത് ഞാൻ വീട്ടിലെ ഒരു കവറ് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് പേരെഴുതാം. ഇത് അടിയിലൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ശേഷം ഞാൻ ആദ്യം ഒരു ഫോർക്ക് ഉപയോഗിച്ച് പേര് എഴുതുകയാണ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ആദ്യം ഒന്ന് എഴുതുക, പേരൊന്ന് എഴുതുക. ശേഷം നിങ്ങൾ നമ്മുടെ ചോക്ലേറ്റ് ഉപയോഗിച്ച് പേരെഴുതുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. മിസ്റ്റേക്കും വരില്ല. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ തന്നെയാണ്. അവനിപ്പോൾ 2 വയസ്സായി.
ഇവിടെ തയ്യാറായി. ഞാൻ 2-3 ചെറി കൂടി വെച്ചിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.